AIYF പ്രവർത്തകർ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ തൃശൂരിലെ ക്യാമ്പ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിന് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. അഭിജിത്ത് തലച്ചിറ വിവരങ്ങളുമായി ചേരുന്നു. അഭി, ഇപ്പോൾ എന്തിൽ പ്രതിഷേധിച്ചാണ് മാർച്ച് നടത്തിയത്? ഒപ്പം തന്നെ ഒരു ജലപീരങ്കി പ്രയോഗിക്കാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു? മാർച്ച് നിലവിൽ എങ്ങനെയാണ് അവസാനിച്ചോ? വിശദാംശങ്ങൾ. നമുക്കറിയാം, ദേശീയപാത വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഒട്ടനവധി കാര്യങ്ങളുമായി പ്രതിഷേധത്തിലാണ് നാട്ടുകാരും അതുപോലെ വിവിധ രാഷ്ട്രീയ പാർട്ടി സംഘടനകളും എല്ലാം ഉള്ളത്. കാരണം ആമ്പല്ലൂരിലെ സർവീസ് റോഡ് വിഷയത്തിലാണെങ്കിലും അതുപോലെ തന്നെ കൊരട്ടി വിഷയത്തിലും ഒക്കെ തന്നെ ഇപ്പൊ പന്നിങ്കരയിലടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ ഗതാഗതക്കുരുക്കാണ് ദേശീയപാതയിലെ നിർമ്മാണ പ്രവർത്തനങ്ങളും സർവീസ് റോഡ് മേൽപ്പാല നിർമ്മാണ വിഷയങ്ങളുമായി ഒക്കെ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിലെല്ലാം കേന്ദ്ര സഹമന്ത്രി കൂടിയായ തൃശ്ശൂരിന്റെ MP ഇതിലൊക്കെ കുറ്റകരമായ അനാസ്ഥയാണ് കാണിക്കുന്നത്. കേന്ദ്ര മന്ത്രി ആ ഒരു സാഹചര്യത്തിൽ പോലും ഇക്കാര്യങ്ങളിലൊന്നും കൃത്യമായ ഇടപെടൽ നടത്തുന്നില്ല. ഇതിനൊരു പരിഹാരം കാണുന്നില്ല എന്ന് ആരോപിച്ചുകൊണ്ടാണ് AIYFന്റെ നേതൃത്വത്തിൽ MP ക്യാമ്പ് ഓഫീസിലേക്ക്, ചേറൂരുള്ള ക്യാമ്പ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. പ്രവർത്തകർ നേരെ ബാരിക്കേഡുകൾ വെച്ച് തടയാൻ ശ്രമിച്ചത് പോലീസുകാരെ മറികടന്ന് പോകാൻ ശ്രമിക്കവെയാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. എന്തായാലും ശക്തമായ പ്രതിഷേധമാണ് തൃശ്ശൂരിന്റെ MP കൂടിയായ സുരേഷ് ഗോപിക്കെതിരെ ഇപ്പോൾ യുവജന സംഘടന നടത്തിയത്. നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ പാലിയേക്കര ടോൾ പിരിവുമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും കൂടുതൽ സമരം നടത്തിയ സംഘടന കൂടിയാണ് AIYF. അതുകൊണ്ട് തന്നെ ദേശീയപാത വിഷയങ്ങളിൽ എക്കാലത്തും AIYFന്റെ നേതൃത്വത്തിൽ ശക്തമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അത് പ്രതിഷേധമായാലും മറ്റു കാര്യങ്ങളിലൊക്കെ തന്നെ. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിലും ഈ ഒരു പ്രതികൂലമായ സാഹചര്യത്തിലും ക്യാമ്പ് ഓഫീസ്, അതായത് MP ക്യാമ്പ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുകയായിരുന്നു. ഇതിൽ CPI ജില്ലാ സെക്രട്ടറി കൂടിയ വത്സരാജ് ശക്തമായ രീതിയിലാണ് കേന്ദ്രമന്ത്രിക്കെതിരെ വിമർശനം ഉന്നയിച്ചത്. അതായത് സംസ്ഥാനത്ത് നടക്കുന്ന വിവിധ സമരങ്ങളിലെല്ലാം പോയി ഡാൻസ് കളിക്കുന്ന സുരേഷ് ഗോപി എന്തുകൊണ്ട് സ്വന്തം മണ്ഡലത്തിലെ ഇത്തരം ഒരു വിഷയത്തിൽ ഇടപെടുന്നില്ല എന്ന് അടക്കമുള്ള വിമർശനമാണ് വത്സരാജ് ഉന്നയിക്കുകയുണ്ടായത്. തൃശ്ശൂരിന്റെ MLA P ബാലചന്ദ്രൻ അടക്കമുള്ളവരും സമരത്തിന് അഭിവാദ്യം ചെയ്ത് സംസാരിക്കുകയുണ്ടായി. എന്തായാലും മറ്റ് സംഭവങ്ങളിലേക്കൊന്നും കടന്നില്ല. ബാരിക്കേഡുകൾ മറികടക്കാനുള്ള ശ്രമത്തിന് പോലീസ് തടയിടുന്നതിന്റെ ഭാഗമായി ജലപീരങ്കി പ്രയോഗിച്ചതിനപ്പുറത്തേക്ക് പോലീസും പ്രവർത്തകരും തമ്മിൽ ഒന്നും തള്ളും അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊന്നും കടന്നില്ല. പിന്നീട് സമാധാനപരമായി തന്നെ സമരം പ്രതിഷേധിച്ച് അവസാനിക്കുകയായിരുന്നു. ശരി, അഭിജിത്ത്, വിവരങ്ങൾ നൽകിയതിന്. AIYF പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ക്യാമ്പ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു മാർച്ചിന് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. വിവരങ്ങളാണ് അഭിജിത്ത് തലച്ചിറ നൽകിയത്.